മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചും അവാർഡുകൾ നേടിയെടുത്തും ഒറ്റപ്പാലം കാർഷിക ഗ്രാമവികസന ബാങ്ക്. ജീവനക്കാരുടെ മികച്ച പ്രവർത്തനവും മാറി മാറി വരുന്ന ഭരണസമിതിയുടെ ഇടപെടലുകളും ഒറ്റപ്പാലത്തെ സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് വളർച്ചയുടെ ഉന്നതിയിലാണ്. ഒരു ഹെഡ് ഓഫീസും 2 ബ്രാഞ്ചുകളുമുള്ള ബാങ്ക് മറ്റൊരു ബ്രാഞ്ച് കൂടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. 1974 മാർച്ച് 2-നാണ് ബാങ്ക് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു തുടങ്ങിയത്. 1983 ആവുമ്പോഴേക്കും ബാങ്കിന്റെ പ്രവർത്തനം സുഗമമായി. 2021-22 മുതൽ ബാങ്ക് ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. തുടർച്ചയായി 3 തവണ സംസ്ഥാന സർക്കാരിന്റെ മികച്ച സഹകരണ ബാങ്കിനുള്ള അവാർഡ് വാങ്ങാൻ ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്കിന് സാധിച്ചു. ഒറ്റപ്പാലം താലൂക്ക് പരിധിയിലെ എല്ലാ പ്രദേശങ്ങളും ഈ ബാങ്കിന്റെ പരിധിയിൽ ഉൾപ്പെടും. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരെ കൂടുതൽ സഹായിക്കുക എന്നതാണ് ബാങ്കിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ബാങ്ക് ചെയ്യുന്നുണ്ട്. ഗോൾഡ് ലോണിന് വരുന്നവർക്ക് 1000 രൂപയ്ക്ക് ഒരു മാസം 8 രൂപയാണ് പലിശ ഈടാക്കുന്നത്. കൃത്യമായി വായ്പ അടയ്ക്കുന്നവർക്ക് പലിശയിൽ 15% സബ്സിഡിയും നൽകുന്നുണ്ട്. ഭവന വായ്പകൾ, വാഹന വായ്പകൾ, കാർഷിക വായ്പകൾ, സ്വർണ്ണ പണയ വായ്പകൾ, കാർഷികേതര വായ്പകൾ, ക്യാഷ് ക്രെഡിറ്റ് വായ്പകൾ, ലാൻഡ് പർച്ചേസ് വായ്പകൾ, ഹൗസ് പർച്ചേസ് വായ്പകൾ തുടങ്ങിയ വായ്പകൾ ലഭ്യമാണ്. 3 തവണ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ബാങ്കിനുള്ള മൂന്നാമത്തെ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. 3ാം സ്ഥാനത്തുള്ള അവാർഡ് ഒറ്റപ്പാലം കാർഷിക വികസന ബാങ്കിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും സംസ്ഥാനത്ത് 3ാം സ്ഥാനത്താണുള്ളത്. പക്ഷേ കുടിശ്ശിക പിരിവിലും മറ്റു കാര്യങ്ങളിലും ഞങ്ങൾ 1ാം സ്ഥാനത്താണ്. സംസ്ഥാനത്ത് തന്നെ 1ാം സ്ഥാനത്താണ്. അതർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട്. ആ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വരുന്ന സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, സഹകരണ വകുപ്പിൻ്റെ വിവിധ പരിപാടികൾ, പിന്നെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ആദരിക്കൽ, അങ്ങനെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയായിട്ട്, ഒരു സംഘമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഏറ്റവും നന്നായി നമ്മൾ ചെയ്യുന്നത് സ്വർണ്ണപ്പണയം 1000 രൂപയ്ക്ക് ഒരു മാസം ഈ ബാങ്കിൽ എടുക്കുന്ന പലിശ 8 രൂപയാണ്. അത് വളരെ നല്ല രീതിയിൽ സ്വർണ്ണപ്പണയ വായ്പ നമ്മുടെ ബാങ്കിൽ നടന്നു പോകുന്നുണ്ട്. പിന്നെ മറ്റെല്ലാ വായ്പകളും ഓരോ വർഷം കഴിയും തോറും വായ്പയുടെ തോത് വർദ്ധിച്ചു വരികയാണ്. ഇപ്പം 206 കോടി രൂപയാണ് നമ്മൾ വായ്പയായി നൽകിയിട്ടുള്ളത്. ഈ വർഷം അവസാനിക്കുമ്പോൾ മാർച്ച് മാസം ആവുമ്പോഴത്തേനും അത് 210 220 കോടിയിലേറെ ആയി മാറും. ഇനി ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങാനുള്ള ആലോചനയിലാണ്. അത് ഏകദേശം ഈ വർഷം തന്നെ സാക്ഷാത്കരിക്കുകയും ചെയ്യും. 15 ജീവനക്കാരാണ് ബാങ്കിൽ പ്രവർത്തിക്കുന്നത്. നമ്മളൊരു 3 വർഷമായിട്ട് സംസ്ഥാനത്ത് സർക്കാരിൻ്റെ സാധനവകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംസ്ഥാനത്ത് 3ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ബാങ്കാണ്. ഒരു 4 വർഷമായിട്ട് റിക്കവറിയിൽ 1ാം സ്ഥാനത്ത് സംസ്ഥാനത്തുണ്ടായിരുന്ന ബാങ്കാണ്. ഈ പ്രാവശ്യം മാത്രമാണ് കുറച്ചൊന്ന് പിന്നാക്കം പോയത്. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഒരുപാട് കൂടി. 206 കോടി ഔട്ട്സ്റ്റാൻഡിങ് ഈ സ്ഥാപനത്തിലുണ്ട്. 15 ജീവനക്കാരാണ് ഉള്ളത്. ഒറ്റപ്പാലം താലൂക്ക് മുഴുവൻ പ്രവർത്തന പരിധിയാണ്. ഇവിടെ ഒറ്റപ്പാലം ബ്ലോക്കിൽ ഇവിടെ ഒറ്റപ്പാലം ബ്രാഞ്ചും, ശ്രീശൈലം ബ്ലോക്കിൽ ശ്രീശൈലം ബ്രാഞ്ചും. ഞങ്ങളൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാനുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, സഹകരണ വകുപ്പിന്റെ വിവിധ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം ബാങ്ക് നടത്തുന്നുണ്ട്. വായ്പ നൽകുന്നതിലും തിരിച്ചു പിടിക്കുന്നതിലും ബാങ്കിന്റെ പ്രവർത്തനം വളരെ മുൻപിലാണ്.